ഈ സിനിമക്കാർ പൊതുവെ മാടമ്പികളാണെന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. എൻ്റെ ഒരു മറ്റൊരു സൂചനയായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഷാലു പയ്യാടിനെ 1 വർഷത്തേക്കിന് ഫെഫ്കെന്ന് പുറത്താക്കിയിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സിനിമക്കാരെല്ലാം മാടമ്പികളാണെന്നല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊരു ചർച്ച വന്നത്. ഈ പവർ ഗ്രൂപ്പിൽ പ്രധാനികളായ ടെക്നീഷ്യന്മാരിൽ ഒരാളാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ. അപ്പം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട പുതിയ വിവാദമാണ്. സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണനെതിരെ കേസ് എടുത്തിരുന്നത് നമ്മൾ. സാന്ദ്ര തോമസിനെ കൊണ്ട് മലയാളത്തിൽ സിനിമ ചെയ്യിക്കില്ല എന്ന് അയാൾ വെല്ലുവിളിച്ചത് ബി ഉണ്ണികൃഷ്ണന് നേരെയുള്ള ഒരു വെല്ലുവിളി, മീൻസ് ഒരു ഒളിയമ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പക്ഷെ ഇതിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം ഷാലുപ്പയാണ്. ഷാലുപ്പയാട് മലയാളത്തിൽ 100-ലധികം മലയാള സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വന്ന ആളാണ് ഷാലുപ്പയാട്. ചെയ്ത പടങ്ങളെല്ലാം വലിയ പടങ്ങളാണ്, വലിയ പ്രൊജക്ടുകളിലൊക്കെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതും ഈ ഫോട്ടോഗ്രാഫിയിൽ കഴിവുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ ഇൻസ്റ്റാഗ്രാം കൃത്യമായി വീഡിയോ ചെയ്യുന്നത്. അതിലും അപ്പുറത്തേക്ക് ഷാലുപ്പയാട് വൈറലാകുന്നത് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ബിഗ് ബോസും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയത്തിലാണ്. റോബിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഷാലുപ്പയാട് ഒരുപാട് ഇന്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ഫോൺ ചെയ്താൽ പോലും ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഷാലുപ്പയാടിന്റെ ഒരു വീഡിയോ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതിനകത്ത് അദ്ദേഹം കൃത്യമായി ഈ ഉണ്ണികൃഷ്ണനെതിരെ ഒരു വീഡിയോ ഇടുകയാണ്. ഉണ്ണികൃഷ്ണ, നിന്റെ മാടമ്പിത്തരത്തിന് കിട്ടേണ്ടത് സമയത്ത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ തുടങ്ങുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ആണ് ഒരു സംഭവം. ഈ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫറുടെ വീട്ടിൽ വെള്ളം കയറി. അപ്പം ഷാലുപ്പയ്യാനോട് അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടു. ഫെഫ്കയുടെ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇയാളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫെഫ്കയിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അത് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് നോക്കിയിട്ട് തോന്നുവാണെങ്കിൽ ചെയ്യും എന്നായിരുന്നു എൻ്റെ മറുപടി. അപ്പോൾ ഷാലുപ്പയാട് ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ കൊണ്ട് പറ്റുന്നൊരു പൈസ ഇവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫെഫ്കയുടെ ഗ്രൂപ്പിലിട്ടു. അതിനകത്ത് കുറച്ച് പേര് ഒരു 10-15,000 രൂപ ഈ ടെക്നീഷ്യന്റെ അക്കൗണ്ടിലേക്ക് ചെന്നു. ഇതാണ് ബി ഉണ്ണികൃഷ്ണനെ ചൊടിപ്പിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനും സംഘടനയിൽ പുതിയ കുതിരിപ്പുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 1 വർഷത്തേക്ക് ഷാലുപ്പയാടിനെ ഫെഫ്കയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഷാലുപ്പയാട് എന്നെ ഏതെങ്കിലും സിനിമയിൽ സഹകരിപ്പിച്ചാൽ ആ സിനിമ വിലക്കും എന്നൊരു ഭീഷണി ഉണ്ട് എന്ന് ഷാലുപ്പയാട് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ്. ഒരു സമയത്ത് വിലക്കിന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. ബഹുമാനായ ഏറ്റവും മലയാള സിനിമയുടെ പെരുന്തച്ഛൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തിലകൻ ചേട്ടനെ വിലക്കിയത് നമുക്കറിയാം. വിനയനെ സിനിമയിൽ നിന്ന് വിലക്കിയത് നമുക്കറിയാം. അതിനുശേഷം ഒരു സിനിമ ചെയ്യാനൊക്കെ വേണ്ടി പുതുമുഖങ്ങളെയൊക്കെ വെച്ച് വിനയനൊക്കെ എടുത്ത റിസ്ക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. കലാഭവൻ മണി ഒരു പരിധി വരെ ഇവരുടെ ഇഷ്ടത്തിന് മാറി നിന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അത് നിയന്ത്രിക്കുന്നത് ചില ആളുകളാണ് എന്ന വിവാദങ്ങളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ്, അത് നിവിൻ പോളിക്കെതിരെ ഏതോ ഒരു നടി കൊണ്ടു ഒരു പരാതി കൊടുത്തതോടെയാണ് അടിച്ചു താഴെ. പിന്നീട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല, അതിന്മേൽ നടപടികളും ഉണ്ടായില്ല. കുറെ വാർത്തകളും കുറെ വീഡിയോകളും ഒക്കെ കുറെ അതിന്റെ പേരിൽ ഇറങ്ങി എന്നല്ലാണ്ട് അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം ഈ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സിനിമാക്കാരൊക്കെ ഇനി സിനിമാക്കാർ നന്നാകുന്നു എന്നുള്ളതല്ല, അധികാരത്തിന്റെ, അതായത് ഇവരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ് എന്നൊരു തോന്നല് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന സിനിമയുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങളുണ്ടാകുന്നത്. ഫെഫ്കയില് എത്രയോ കാലം കൊണ്ട് ഉണ്ണികൃഷ്ണൻ തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം ഇതിനെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ പ്രശ്നം വന്നപ്പോൾ അവരുടെ ഗ്രൂപ്പിലല്ലേ സംസാരിക്കാൻ പറ്റും. അദ്ദേഹം സഹായിക്കണമെന്ന് പറയുന്നു. അത് ഒരു പ്രശ്നമാക്കാതെ പറഞ്ഞു തീർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിനും അപ്പുറത്തേക്ക് ഇയാളെ വെല്ലുവിളിക്കുക, കാണിച്ചു കൊടുക്കാമെന്ന് പറയുക, ഇയാളെ സിനിമയിൽ സഹകരിപ്പിച്ചാൽ സിനിമ ബഹിഷ്കരിക്കുക എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. അതിനെ തുടർന്നാണ് ഈ നടപടി എടുക്കുന്നത്. അപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്തവരാരും, ഇവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരാരും ഇനി ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് പറയാൻ ഇവരാരാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഈ ഫെഫ്കയിലും അമ്മയിലും ഇതുപോലെയുള്ള സംഘടനകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെയൊക്കെ ഫീസിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം വാ വിളിച്ചു. കാർഡ് എടുക്കുന്നതിന് വേണ്ടുന്ന പൈസകൾ ഇത്രത്തോളം. പക്ഷേ ഈ സിനിമയിലൂടെ കിട്ടുന്ന റെമ്യൂണറേഷൻ വലുതാണ്. എന്നാലും പുതിയൊരാൾക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഒരു കലാകാരനെ വിലക്കാൻ എന്ത് അവകാശമാണ് ഈ സംഘടനകൾക്കുള്ളത്? ആ ഒരു ചോദ്യമാണ് അവിടെ. ഇപ്പം നിങ്ങളുടെ സിനിമകളിൽ നിങ്ങൾ ചെയ്യേണ്ട, അവൻ മറ്റൊരു സിനിമയിൽ പ്രവർത്തിച്ചാൽ ഏതെങ്കിലും ഒരു സംവിധായകൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ തീരുമാനിക്കുക, എൻ്റെ സിനിമയുടെ സ്റ്റില്ല് ഷാലുപ്പയാട് എടുത്താൽ മതി എന്ന് തീരുമാനിച്ചാൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ആ സിനിമകളെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ സംഘടനകൾ എന്തിനു വേണ്ടിയാ? സംഘടനകൾ എന്ന് പറയുന്നത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സൗകര്യപൂർവ്വം അല്ലെങ്കിൽ അവരുടെ
ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘടന, അല്ലെങ്കിൽ സംഘടിതമായിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഈ സംഘടനകൾ കൊണ്ട് ഇവർക്ക് നല്ലതിനേക്കാൾ കൂടുതൽ മോശം അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു സംഘടന ഉണ്ടെങ്കിൽ, ഒരു സംഘടിത തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അർഹമായ കൂലി, അവർക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ സാധിക്കും. അതിന്റെ നല്ല വശങ്ങളെ പറ്റി നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ അതിലെ കൊള്ളരായ്മകൾ ചോദ്യം ചെയ്താൽ, അതിൽ നിലപാട് പറഞ്ഞാൽ, അതിൽ തന്റെ ആവശ്യങ്ങൾ അറിയിച്ചാൽ അവനെ പുറത്താക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്ന് ബി ഉണ്ണികൃഷ്ണൻ സ്തുതി പാടുന്നവരും ഒന്ന് ചിന്തിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കാലം 2025 ആയതുകൊണ്ടായിരിക്കാം സിനിമയിൽ പുതിയ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ സമയം കഴിഞ്ഞു വന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ പിള്ളേർ വരുമ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയുകയൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ അമ്മയും FK ആയാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും പല കാര്യങ്ങളിൽ എത്രയോ താരങ്ങളെ വിലക്കിയിട്ടുണ്ട്. അതിനൊക്കെ കാരണങ്ങളുണ്ടാകും. ഒരു പക്ഷേ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ സെറ്റിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് അവിടെ വർക്ക് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് വർക്ക് ചെയ്യാനില്ലാതിരിക്കുക, വർക്ക് ചെയ്ത് കുളമാക്കുക, വർക്കിൽ സ്ത്രീകളോട് പാപമര്യാദയായി പെരുമാറുക, അല്ലെങ്കിൽ മോശമായി പെരുമാറുക, മദ്യപിച്ചിട്ട്, ഇവർക്കെതിരെയൊക്കെ ആക്ഷൻ എടുക്കുന്നതിനൊക്കെ നമുക്ക് ന്യായീകരിക്കാം. ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതിന്റെ പേരിൽ, നിലപാട് പറഞ്ഞതിന്റെ പേരിൽ 1 വർഷത്തേക്കൊക്കെ ഒരു കലാകാരനെ വിലക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഷാലുപ്പയ്യാട് കൃത്യമായി പറയുന്നുണ്ട്, ഒരു സിനിമ ചെയ്തിട്ട് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ 100 പടങ്ങൾ ചെയ്തു, 100 നല്ല കിടിലം പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കല്യാണം മതി. എന്റെ കൂടെ സഹകരിച്ച് എന്നെ വിശ്വസിക്കുന്ന 10-22 പിള്ളേരുണ്ട്. അവരെ നോക്കാൻ എനിക്ക് കല്യാണം വർക്ക് മതി. ഇപ്പോൾ ഞാൻ പറയാം, ഒരു സിനിമയിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പടം എടുക്കാൻ പോയാൽ എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു സിനിമയുടെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു 10, 45, 50 ദിവസമൊക്കെ ആയിരിക്കും. ഇത്രയും ദിവസം അവിടെ പണിയെടുക്കണം. ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറൊരു തലമാണ്. അതിന് കിട്ടുന്നൊരു സുഖവും പൈസയ്ക്ക് അപ്പുറത്തേക്ക് പറ്റുന്ന ഒരു മനസ്സുഖവും പബ്ലിസിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കല്യാണം എടുക്കാൻ പോയാൽ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഉള്ള, അത്യാവശ്യം നന്നായി പടം എടുക്കുന്ന ഒരു കല്യാണ ഫോട്ടോഗ്രാഫർക്ക് ഒരു ദിവസം 10,000 മുതൽ 15,000 രൂപ വരെ ഏറ്റവും മിനിമം റെമ്യൂണറേഷൻ ഈ നാട്ടിൽ 8,000 രൂപ തൊട്ട് മുകളിലേക്ക്. അതായത് നല്ല ഫോട്ടോഗ്രാഫർമാർക്ക് 10,000 മുതൽ 15,000 രൂപ റെമ്യൂണറേഷൻ ഉള്ള കാലത്താണ്. 40-50 ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. മാസത്തിൽ 30-31 ദിവസം വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരെ എനിക്കറിയാം. അവർക്ക് അവൻ അത്രയും ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് 1 മാസം കൊണ്ട് പണിയെടുത്താൽ അവന്റെ എക്യുപ്മെന്റ്സിന്റെ പൈസ തിരിച്ചെടുക്കുന്ന ആളുകളെ എനിക്കറിയാം. അവർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, നല്ല എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അവരൊക്കെ ഇത്തരത്തിൽ ഇയാൾ സിനിമയിൽ നിന്നല്ലേ വിലക്കാൻ പറ്റും. ഇവ കല്യാണ ഫോട്ടോഗ്രാഫറായിട്ട് വിലക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ഈ പറഞ്ഞ പോലെ ഈ കേരള മാട്രിമോണി എന്ന് പറയുന്ന സ്ഥാപനം photography.com എന്നും പറഞ്ഞിട്ടൊരു സംവിധാനം കല്യാണ മേഖലയിൽ ഒരു കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി കമ്പനി കൊണ്ടുപോകണം. ആ സമയത്ത് ഇതുമായി സഹകരിക്കുന്ന ആളുകളെ ഈ AKP ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വിലക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് പണി വേണ്ടേ? അതെ, ഇവർക്ക് ജോലി വേണ്ടേ? വർക്ക് എടുത്താൽ പൈസ വേണം. അതിപ്പോ ആര് കൊടുത്താലും പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ പോയി പണിയെടുക്കുന്നതും ഫോട്ടോഗ്രാഫർമാരൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ ഒരു കോർപ്പറേറ്റ് കമ്പനികൾ കഴിഞ്ഞ ഈ നാട്ടിലെ പല ബിസിനസ് മേഖലയും തകർക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ എന്ന് പറഞ്ഞാലും ഇത് വിലക്കാൻ ആർക്കാണ് അവകാശം? പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും സുസ്ഥിരമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരുന്നതിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിനൊക്കെ ഡെയിലി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആ ആപ്പുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ സാധാരണപ്പെട്ട തൊട്ട് താഴത്തെ ഞാനിപ്പോൾ പറയും, ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആണ്. പിന്നെ ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. ഈ ഡെലിവറി ഗ്രോസറി സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരെണ്ണത്തിൻ്റെ ഔട്ട്ലെറ്റ് വന്നു. അത് നമുക്ക് അവിടുന്ന് സാധനം വാങ്ങാൻ പറ്റില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സാധനം വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾ എൻ്റെ കസിനാണ്. പുള്ളി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇത്രയും നാൾ ഞാൻ ആ ആപ്പിലാണ് സാധനം വാങ്ങിച്ചോട്ടെ, ഇനി ആ ആപ്പിൽ സാധനം മേടിക്കാൻ പറ്റില്ല, മറ്റൊരു ആപ്പിൽ സാധനം മേടിച്ചാൽ അതെന്താ, ഞാൻ ഈ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നല്ല ഇവന് ഇത് കൊണ്ടുതരുന്നത് നാണക്കേടല്ലേ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ. അപ്പം നോക്കൂ, അവർ ഇത്രയും ടൗണിൽ താമസിച്ചു, എറണാകുളം നഗരത്തിൽ താമസിച്ചുകൊണ്ടും രാത്രി കാലങ്ങളിൽ ഇവർ ആശ്രയിക്കുന്നത് ഇതര ഗ്രോസറി ആപ്ലിക്കേഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയല്ല അവിടെ നോക്കുന്നത്, ഇറങ്ങി പോകണ്ട, വീട്ടിൽ സാധനം കൊണ്ടുതരും, ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഇതിനെ എതിർത്തിട്ട് കാര്യമുണ്ടോ? ഇത് കാലത്തിന്റെ അനിവാര്യതയാണ്. ഊബർ വരുമ്പോ എത്രയോ പേര് വിമർശിച്ചു, ഡ്രൈവർമാരുടെ ജോലി പോകുന്നു, എന്തെല്ലാം. ഈ ഊബർ ഓടുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അതുകൊണ്ട് ടാക്സികളുടെ എണ്ണം കൂടി, നഗരങ്ങളിലെ ടാക്സികളുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. ആക്സസിബിലിറ്റി കൂടി ആളുകൾക്ക് സന്തോഷം, അവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പക്ഷേ അത് അവര് ഈ തൊഴിലാളികളെയും കസ്റ്റമേഴ്സിനെയും ചൂഷണം ചെയ്യുമ്പോൾ ഇവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം ഇവിടുത്തെ മാധ്യമങ്ങളും ആളുകളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നം പറഞ്ഞതിന്റെ പേരിൽ, സംഘടനയ്ക്കുള്ളിൽ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനും സംഘത്തിന് മുന്നിൽ റാൻ മൂളി നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ ആ സംവിധാനത്തിൽ പ്രവർത്തിച്ചാൽ മതി, അവർക്ക് മാത്രം പണിയെടുത്താൽ മതി, അവർക്ക് മാത്രമേ വർക്കുള്ളൂ എന്ന് പറയുന്നത് പഴയ മാടമ്പിത്തരമാണ്. അദ്ദേഹത്തിന്റെ സിനിമയാണ് മാടമ്പി. ആ മാടമ്പിത്തരം കൊണ്ട് ഇരുന്നാൽ ഉണ്ണികൃഷ്ണന്റെ കുറെ കാലമായിട്ട് കാണിക്കുന്നത് ഇതിനേക്കാട്ടി വലിയ കൊലകൊമ്പന്മാര് പലതും കാണിച്ചിട്ട് അവസാനം
അവൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് ദയവേത് അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് മലയാള സിനിമയുടെ നല്ല സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു കൂട്ടായ്മ, സന്തോഷം, സ്നേഹം ഒക്കെ നശിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എന്തായാലും ഷാലൂപ്പയുടെ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹം ഇടപെടുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പൊതുസമൂഹം എന്തായാലും ബി ഉണ്ണികൃഷ്ണനൊപ്പം നിൽക്കില്ല, ഈ വിഷയത്തിൽ ഷാലൂപ്പയോടൊപ്പം നിൽക്കും. അദ്ദേഹം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്.